ഹലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് അലൈൻ ബസ് സ്റ്റാൻഡിലാണ്. അലൈൻ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇത് അലൈനിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് വളരെ ചെറിയൊരു ബസ് സ്റ്റാൻഡായിരുന്നു. ഇപ്പോൾ 2-3 ബെഞ്ചുകളും കുറച്ച് മിനി ബസ്സുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് അലൈൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ഈ സബ്ജി മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മിനി ബസ്സുകളും അതുപോലെ തന്നെ 2-3-4-5 ഈ ചുവപ്പ് കളറുള്ള ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അബുദാബിക്കും അൽവഖാലിലേക്കൊക്കെ പോകാനായിട്ട്. പിന്നെ കാലങ്ങൾ മാറി, ഒരുപാട് മാറ്റം വന്ന് ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലേക്കും ഭാവത്തിലേക്കൊക്കെ അലൈൻ ബസ് സ്റ്റാൻഡ് വികസിച്ചു. ഒരു എയർപോർട്ടിന് എല്ലൊക്കെ കിട്ടുന്ന സൗകര്യങ്ങൾ പോലെ വളരെയധികം മികച്ചതായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അബുദാബിക്കും ദുബൈക്കും ഷാർജയിലേക്കും അതുപോലെ ഒരുവിധ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ അതിൻ്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 55 വയസ്സ് 60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ അലൈനിൽ എവിടെ വേണമെങ്കിലും, അലൈൻ്റെ ടൗണിലും ഉൾഭാഗത്തൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എത്രമാത്രം അവരെ അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പഴയ ജനറേഷനും പുതിയ ജനറേഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പഴയ ആൾക്കാർക്ക് അറിയാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് ഈ പഴയ കാലഘട്ടങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞത്. ഈ കാണുന്നതൊക്കെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഈ അബുദാബിയിലേക്കും മറ്റുള്ള സ്ഥലങ്ങൾക്കുമൊക്കെ UAE മറ്റുള്ള ഭാഗത്തേക്കൊക്കെ ബസ് നമുക്ക് സൗകര്യങ്ങളോടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അലൈൻ്റെ ഉൾപ്രദേശങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഇവിടുന്ന് പല സമയത്തായിട്ടും എങ്ങോട്ട് പോകാനാണെങ്കിലും ബസ്സുകളെല്ലാ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞു ബസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ബസ്സുകളുടെ രൂപം ഇപ്പോൾ നമുക്കിതിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. ആ ബസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് നല്ല പുതിയ മോഡലിലുള്ള നല്ല എന്താ പറയുക, യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടായിട്ടുള്ള നല്ല ബസ്സുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബസ് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചതായ രീതിയിലുള്ള ഒരു സർവീസാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷനും അതിൻ്റെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ എങ്ങോട്ട് പോകാനായാലും വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു യാത്രാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. വീണ്ടും ഇവിടുത്തെ ഗവൺമെൻറ്റിനെ നമുക്ക് അഭിനന്ദിക്കാം, അപ്രിഷ്യേറ്റ് ചെയ്യാം. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന